ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൺഡേ സ്പെഷ്യൽ ഒരു ലിവർ മരുന്ന് ഉണ്ടാക്കില്ലേ, ലിവർ വെച്ചിട്ട്. അത് ഞാനിതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ എന്നുള്ളത് നമുക്ക് സാമ്പാറുണ്ട്, ലിവർ റോസ്റ്റ്, മിളകിട്ടിട്ട് മരുന്നുണ്ടാക്കില്ലേ, ടേസ്റ്റിൽ മരുന്നുണ്ടാക്കില്ല കേട്ടോ. മരുന്നെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇടില്ല കേട്ടോ ഇതിൽ. പിന്നെ ഈ ചെമ്പല്ലി ഫ്രൈ ചെയ്യണം, ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചാർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ലിവർ ഇവിടെ അരക്കില ലിവർ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ, ആദ്യം ഈ കുരുമുളകും ജീരകവും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ മല്ലിപ്പൊടി, ജീരകം ഒന്ന് നല്ല നൈസ് അരയ്ക്കണം. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് അഞ്ചും കൂടി ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ടിടണം കേട്ടോ. അത് കഴിഞ്ഞ് അവസാനം ചെറിയ ഉള്ളി വെച്ചിട്ട്, വെന്ത് കഴിഞ്ഞ് അവസാനം ചെറിയ ഉള്ളി വെച്ചിട്ട് നമുക്ക് താളിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലിൽ മരുന്നുണ്ടാക്കുക. അതിൽ മറ്റേ സാധനങ്ങൾ എന്നിട്ട് ചതക്കുപ്പ എന്തൊക്കെ ഇടില്ലേ. മരുന്ന് ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്കുള്ള മരുന്നല്ല, നമ്മൾ വെറുതെ മരുന്നെന്ന് പറയും. മുളക് പൊടി 2, ജീരകം, കുരുമുളകും, പച്ചമുളക് കൂടെ ചിലരിടുള്ളൂ, നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് പച്ചമുളക്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ഇപ്പം നമ്മളിതിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി 4 ഇതിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്ത് എന്തിനാ വെക്കണമെന്ന് വെച്ചാൽ, ഇത് നമ്മൾക്ക് നന്നായി ക്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മസാല ഇതാണ് ഇതിൽ. വേറെ ഇതിലൊന്നും സബോളയും തക്കാളിയും ഒന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. അപ്പോൾ അത് മരുന്ന് മോഡലിലാണ് ചേർക്കുന്നത്, ഉള്ളിയാണ് നമ്മൾ ചേർക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് ക്രഷ് ചെയ്തേക്കണം. അപ്പോൾ ഒരു ചാറുമാതിരി ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്കിത് ഒരു തുള്ളി എണ്ണ ചട്ടിയിലൊരു പേരിന് തുള്ളി എണ്ണ കഴുകി വെച്ചതാട്ടാ. അതാണ് നമ്മളിത് അരച്ച് വെച്ച ഈ ജീരകം, കുരുമുളകും, മല്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ടാ തുള്ളി എണ്ണ ഒഴിച്ചത് ആദ്യം തന്നെ. ഇതൊന്നും ആയിട്ടില്ല, വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ നമ്മൾ അരപ്പിൻ്റെ വെള്ളം ഇത് പെട്ടെന്ന് വേവുമല്ലോ. അധികം വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ മാരിയാവും കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കി വേവ് നോക്കണം, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളിതൊന്നും കുക്കറിൽ വയ്ക്കാത്തത്. പെട്ടെന്ന് വേവും ലിവർ. നമ്മൾ ട്രിച്ചിയിലുള്ള പാടിൻ്റെ ലിവറാണ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറ്. അവിടെ ഇത് അധികം ഇതല്ല, അധികമായിട്ട് എവിടെയും കിട്ടില്ല. ബീഫൊന്നും ഒളിച്ചിട്ട് വേണം മേടിക്കണേ. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ബീഫ് കിട്ടുന്നത്. നമുക്ക് ഈ ലിവർ വേവണ നേരത്ത് നമുക്കിവിടെ ഇത്തിരി മീൻ വറുക്കാം. ബാക്കിയുള്ളത് മാത്രം വറുത്താൽ ഇതിനകത്തേക്ക്. നമുക്ക് മറച്ചിടാം, നമ്മൾ മൊത്തമായിട്ട് മറച്ചിടാം. ഓരോന്ന് മറച്ചിടും. ഇപ്പം നമ്മുടെ ലിവർ ഇവിടെ സൂപ്പറാണ് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം.
ഇതിന് മേലെ ഇത് സിമ്മിൽ വെച്ചിട്ടാണ് ഇത്ര നേരം ഉണ്ടാക്കിയത്. 10 മിനിറ്റ് കൂടെ ആയി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ മീൻ വറക്കണം നേരം കൊണ്ട് ഞാൻ ഇത് വെന്തു. അതുകൊണ്ട് പറയും ഇനി അധികം നേരം വേവിച്ച് ഇത് റബ്ബർ മാരിയാവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ പോകണം. അടുപ്പ് ഓഫ് ചെയ്തു. ഇത് താളിപ്പുണ്ട് ഇനി ലാസ്റ്റ്. നമ്മളിത് പച്ചയായിട്ടല്ലേ ഇപ്പോൾ എല്ലാതും വെച്ചത്. ഇത് നോക്കിക്കോ, ഇത് എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ബ്രെഡിനും ചോറിനും രസം മാതിരി ഉണ്ടാവും. ചോറിലിട്ട് പറ്റി തിന്ന കഴിക്കാൻ നല്ല ഉണ്ടാവും. ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ തൊട്ട് തിന്നാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഞാൻ ഗ്യാരണ്ടി പറയും. വേവിക്കുമ്പോൾ നിങ്ങൾ നോക്കി വേവിക്കണം. ഇത് കുക്കറിൽ 1 മിനിറ്റ് മതി എന്നൊന്നും പറഞ്ഞിട്ട് വെക്കരുത്. 10 മിനിറ്റ് കൂടെ വെന്തിട്ടില്ല. അതിന് മുമ്പ് ഇത് വെന്ത് ഞാൻ കഴിച്ചു വയ്ക്കും. കറക്റ്റ് പാകം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചട്ടിയിൽ വയ്ക്കുന്നത് കേട്ടോ. കറക്റ്റ് പാകമാണ്. അരപ്പിൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഒഴിച്ച് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ റോസ്റ്റായിട്ട് തന്നെ ഇരിക്കണം. എന്നാലും നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും താളിച്ച് ഒഴിക്കും. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഇവിടെ നല്ല മൊരിഞ്ഞിട്ടുണ്ട്, കാണാല്ലേ. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് പഴുക്കൽ ഇളക്കി കൊടുക്കാം. പൊടിയൊന്നുമില്ല കേട്ടോ, കറക്റ്റല്ലേ വെന്തിട്ട്. ഇത് കുറേ നേരം വെച്ചാൽ എല്ലാവരോട് ചെയ്യാനും ഭയങ്കരമായിട്ട് വേവുന്ന. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ റബ്ബറാവുക ചെയ്യുക. അപ്പോൾ കറക്റ്റ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാക. നമ്മൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഫിനിഷ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതുമാതിരി നിങ്ങൾ ചെയ്ത് കഴിച്ചു. കഴിക്കാത്തവരെ ആദ്യം താളിക്കരുത്. അതിലൊറ്റ എണ്ണ അടി പിടിക്കാണ്ടിരിക്കുക, ഒഴിക്കുക മാത്രം ചെയ്യുക. ഇതുമാതിരി ചെയ്യുക. നമുക്ക് സേവിങ് പാലിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ലിവർ റോസ്റ്റ്, സാമ്പാർ, മീൻ വറുത്തത്, പിന്നെ നമ്മുടെ ചോറ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതേമാതിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയാൽ ഞാൻ 100% ഗ്യാരണ്ടി. രസമില്ലെങ്കിൽ എന്നെ അടിച്ചോ, വന്നിട്ട് വീഡിയോ അഡ്രസ്സൊക്കെ പറഞ്ഞു തരാം. കമൻ്റ് ഇട്ടാൽ മതി. ഇത് രസമില്ല, പക്ഷെ അത് റബ്ബറാക്കരുതെന്ന് മാത്രം ഒരു അപേക്ഷയുള്ളൂ. നോക്കി വേവിക്കണം. കൂടുതൽ വെന്താൽ അത് റബ്ബറാവും. ചെമ്മീനും അതുമാതിരി തന്നെ, ലിവറും അതുമാതിരി തന്നെ. അധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബറാവും ചെയ്യുക. നിങ്ങൾ വിചാരിക്കും നന്നായി വെന്ത് അതിൻ്റെ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ കൂടുതൽ നേരം വേവിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ കൂടുതൽ നേരം വേവിക്കല്ലേ. അത് നന്നാവുകയും ചെയ്യുക, ദോഷമാവുക ചെയ്യുക കേട്ടോ. ഇപ്പോൾ അതങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോണ മാതിരി 10 മിനിറ്റ് കൂടെ എടുത്തിട്ടില്ല ഞാൻ. അത്രയ്ക്കധികം നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കേട്ടോ. ഇതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. സാമ്പാർ, മീൻ വറുത്തത്, ലിവർ റോസ്റ്റ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടൻ കുറേ ദിവസമായി. അപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് വാങ്ങിയിട്ട് വന്നു, ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും കഴിക്കാം. കറക്റ്റ് എരിവ് ഇട്ടാൽ മതി. ഓവറായിട്ട് എരിവിടണ്ട, എരിവ് കുറയ്ക്കുകയും വേണ്ട. ഞാൻ ചെയ്ത മാതിരിയൊക്കെ ചെയ്താൽ മതി. 1/2 കിലോനാണ് ഞാനത് ചെയ്തത്. അവസാനം ഉള്ളി താളിക്കണം. ഉള്ളിയും കറിവേപ്പിലയും മസ്റ്റായിട്ട് താളിക്കണം കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർ മാത്രമേ ഈ ഉള്ളി താളിക്കലുള്ളൂ. ബാക്കി എല്ലാവരും കടുകൊക്കെ താളിക്കുന്നുണ്ട്. ഞങ്ങൾ നോൺ വെജിൽ കടുക് ഒരിക്കലും താളിക്കില്ല. വെജിറ്റേറിയനിൽ മാത്രമേ ഞങ്ങൾ കടുക് താളിക്കുള്ളൂ. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. ഞാൻ എന്നെ കണ്ടില്ല എന്ന് പറയണ്ട. ഓക്കെ, ബായ്. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. വളരെ കുറവാണ്. അത്രയും കഷ്ടപ്പെട്ട് ഒറ്റ കയ്യിൽ പിടിച്ച് നമ്മളത് ചെയ്തിട്ട് നമുക്ക് വ്യൂസൊക്കെ കുറവാണ് കിട്ടണത്. ദയവ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ഓക്കെ, ബായ്.